ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദിക്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ്മരികമായ അവസ്ഥ. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മഹാനായ യൂനുസ് നബി എന്തൊരു അവസ്ഥയാന്ന് ഓർക്കണേ. GPS ഒന്നും മത്സ്യത്തിൽ ഘടിപ്പിച്ചിട്ടില്ല. ഏത് വഴിക്കാ മത്സ്യം പോകുന്നത്? കടലിലെ ഏത് മത്സ്യ? 3 ഇരുട്ടുകൾ താണ്ടി എന്നാ പറയുന്നത്. 3 ഇരുട്ടുകൾ. സ്വാഭാവികമായും രാത്രി വരുമ്പോൾ ആ രാവിനെ ഉൾക്കൊള്ളുന്ന ഭൂമിക മുഴുവനും ഇരുട്ട്. അത് സമുദ്രമാണെങ്കിലും ഈ അടുത്ത് വന്നിരുന്നുള്ള സമുദ്രത്തിന്റെ ഒരു പരിധി വിട്ട ആഴങ്ങളിൽ കൂരിരുട്ട പ്രകാശം ജ്വലിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു ഗർത്തം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടേക്ക് മത്സ്യം പോയാൽ പിന്നെയും ഇരുട്ടാ. മത്സ്യത്തിന്റെ ഉദരത്തിന്റെ അകത്ത് ഒരു ഇരുട്ട് വേറെയുമുണ്ട്. അങ്ങനെ 3 ളുലുമാത്ത് എന്നാ ഖുർആൻ പറഞ്ഞത്. ആ ഇരുട്ടിൽ നിന്നും ആ മനുഷ്യൻ മാനസിക നില തെറ്റാതെ തനിക്ക് പറ്റിയ അബദ്ധത്തെ ആ മനുഷ്യൻ ഓർത്ത് ഭയവിഹ്വലനായി ഭ്രാന്ത് പിടിക്കാതെ പുറത്തു വരാൻ ആ മനുഷ്യൻ ചൊല്ലിയത് ദിക്റിന്റെ മാസ്മരികമായ വചനങ്ങളാ. ഇത് സാധിക്കൂലേ? ദിക്റൊക്കെ അന്നുണ്ട് ഇന്നുണ്ട്. അന്ന് ആ ചൊല്ലിയ ദിക്ർ തന്നെ ഇന്നുള്ളത്. പക്ഷെ നടക്കുന്നില്ലല്ലോ, നടക്കുന്നില്ല. ലാ ഹൗല ചൊല്ലാൻ പറഞ്ഞു സ്വഹാബിയോട്. ദാരിദ്ര്യം ഉണ്ടാവൂല. ലാ ഹൗല ചൊല്ലിക്കോ, ദാരിദ്ര്യം ഉണ്ടാവൂല. അതുപോലെ തന്നെ പഴയ കാലത്തൊക്കെ പറയാറുണ്ട് ഹദ്ദാദ് ഓതിയില്ലെങ്കിൽ പാമ്പ് പിടിക്കും എന്നൊക്കെ പറയും. ഹദ്ദാദ് ഓതിയില്ലെങ്കിൽ പാമ്പ് പിടിക്കൂല, പാമ്പ് പിടിക്കും എന്നല്ല. ഹദ്ദാദ് ഓതിയില്ലെങ്കിൽ പാമ്പ് പിടിക്കും എന്നല്ല. ഹദ്ദാദിലൊരു ദിക്റുണ്ട്, റസൂലുള്ളാഹി ചൊല്ലിയൊരു ദിക്ർ. അത് ചൊല്ലിയ പാമ്പ് കടി. ഈ പാമ്പിനൊക്കെ തല്ലാൻ പോണ ശുജായികളുണ്ട്. ഈ ദിക്ർ ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതാ. വിഷപ്പാമ്പ് തൊടൂല, വിഷജീവികൾ കടിക്കൂല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖനായ ഒരാളെ പാമ്പ് കടിയേറ്റുകൊണ്ട് അല്ലെങ്കിൽ തേള് കടിയേറ്റുകൊണ്ട് ഹബീബിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്ന് അബൂ ഹുറൈറ തങ്ങൾ പറയാണ്. ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. ഉത്തിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലദീഖ് ലദഗതുഹു അഖറബ്. തേള് കടിച്ച് വിഷമേറ്റ ഒരാള്. മരുഭൂമിയിൽ ചില സന്ദർഭങ്ങളിൽ പാമ്പിനേക്കാളും വിഷത്തിന്റെ ശക്തി തേളിനാണ്. തേളിന് പാമ്പിനേക്കാളും വനം ശക്തി പ്രാപിക്കുന്ന ചില കാലാവസ്ഥകളുണ്ടെന്ന് ഹയാത്തുൽ ഹയവാൻ പോലെയുള്ള കിതാബുകളിൽ പറയുന്നുണ്ട്. ആ സമയത്തതാ പാമ്പ് തേള് കടിച്ച ആളെ കൊണ്ടുവരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ലൗ ഖാല അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ ലം യുൽദഗ. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ. ഈ ദിക്ർ ചൊല്ലുന്ന ആളെ ഒരിക്കലും ഒരു വിഷജീവിയും തൊടൂല. ഞാനല്ല പറഞ്ഞത്, നബിയുനാ റസൂലുള്ളാഹി. ഏടുണ്ടല്ലോ നമ്മുടെ കയ്യില്, 555 വക മൗലിദ് കിതാബുണ്ടല്ലോ, ദിക്റുകളുണ്ടല്ലോ. അതിന് ഫലമുണ്ടെന്ന് ഉള്ളിലെ തട്ടി അങ്ങ് വിശ്വസിച്ചോ, എന്നിട്ട് ചെയ്യണേ. അല്ലാഹു കൂലി തരുമോ ഇല്ലയോ എന്ന് ആദ്യം അങ്ങ് തീരുമാനിക്കണേ. ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ നന്മകളെ വർദ്ധിപ്പിക്കണമെന്ന ഒരു നീയത്തുണ്ടാവണേ. എന്നാൽ പ്രിയമുള്ളവരെ, ദിക്റുകൾ ഫലം കൊള്ളുകയാ. ദിക്റിന് ഹൃദയ സാന്നിധ്യം വേണേ, ദിക്റിന് ഹൃദയ സാന്നിധ്യം വേണേ. ഹൃദയ സാന്നിധ്യം വേണ്ടാത്ത ഒരേ ഒരു ദിക്ർ, അത് പുണ്യ നബിയുടെ പേരിലുള്ള സ്വലാത്ത് മാത്രമാ. ഇനി പറയാം, ലേബർ റൂമിലേക്ക് ഒരു പെൺകുട്ടിയെ കയറ്റി. ആ പെൺകുട്ടിക്ക് പ്രസവ വേദന വരണം, അല്ലെങ്കിൽ പ്രസവ വേദന വന്നും പോയി നിൽക്കുന്നു. അതിനൊരു തീർച്ചപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയില്ല. പഠിക്കണേ, ദിക്റുണ്ട് ഇവിടെ ചൊല്ലാൻ. മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞ ദിക്റുകളുണ്ട്. ഒരൽപ്പം വെള്ളമെടുത്ത് അതിലേക്ക് ഓതി മന്ത്രിക്കേണ്ട ഒരു ദിക്റുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ അറിയാമല്ലോ, ഇത് ഹദ്ദാദിലുള്ളതല്ലേ. ആ ദിക്ർ 41 വട്ടം വെള്ളത്തിലൂതി ഗർഭ അവസ്ഥയിലുള്ള പെൺകുട്ടി ലേബർ റൂമിലേക്ക് അല്ലെങ്കിൽ പ്രസവത്തിന്റെ നൊമ്പരം വരുന്ന നേരത്ത് ആ പെണ്ണിനെ 41 വട്ടം ഓതി അതങ്ങ് കുടിക്കാൻ കൊടുത്താൽ അത്ഭുതം സംഭവിക്കും. പ്രസവത്തിനോട് തൊട്ടടുത്ത നേരത്തെ തിരിഞ്ഞു വരേണ്ട ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞുണ്ടല്ലോ, ഈ ദിക്ർ ചൊല്ലി മന്ത്രിച്ച വെള്ളം കൊടുത്താൽ
സഹൽ ഫൈദ് വെറുതെ പറഞ്ഞതല്ല, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാ. അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഉദര സംബന്ധമായ രോഗം പറഞ്ഞു കൊണ്ടുവന്ന സ്വഹാബിയോട് ഇത് 3 വട്ടം ചൊല്ലിയാൽ നിന്റെ രോഗം ഭേദമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്, തിർമിദിയുടെ ജാമിഉലുണ്ട് ഹദീസ്, ഇബ്നു മാജാ തങ്ങളുടെ സുനനിലുണ്ട് ഹദീസ്. എന്റെ വക പറഞ്ഞതല്ല. ഒരു സ്വഹാബി വന്നു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലാൻ നിർദ്ദേശം കൊടുത്തു. സ്വഹാബിക്ക് പ്രശ്നം ഉദര സംബന്ധമായ രോഗമാണ്, വയറിളക്കെന്നൊക്കെ പറയാം. അങ്ങനെ ആ സ്വഹാബി ഇത് ചൊല്ലിയത് മാറി. പിന്നീട് ഒരു സമയത്ത് ആ സ്വഹാബി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ദിക്ർ ചൊല്ലിയിട്ട് ഒരാള് ഒരു രാത്രി കഴിഞ്ഞുകൂടിയാൽ പകലിൽ ഉദരത്തിന് ആരോഗ്യം, പകലിൽ ഇത് ചൊല്ലിയിട്ട് കഴിഞ്ഞാൽ രാത്രിയിൽ ഉദരത്തിന് ആരോഗ്യം, വയറ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവൂല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ഈ സ്വഹാബി പെട്ടെന്ന് വയറ് സുഖോല എന്ന് പറഞ്ഞിട്ട് പോവേണ്ടി വന്നു. അപ്പൊ പോകുന്ന നേരത്ത് ഇത് പഠിച്ചെടുത്ത മറ്റു സ്വഹാബികൾ പറഞ്ഞു, അല്ല സഹോദര, നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉദര സംബന്ധമായ രോഗമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ വയറും താങ്ങിട്ട് എണീറ്റ് പോണത്? സഹോദര, ഞാൻ ഇന്നലെ രാത്രിയിൽ ഇത് ചൊല്ലാൻ വിട്ടുപോയി, അതുകൊണ്ടാ. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ അനുഭവം പറയാ. പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ ധാരാളം ഉണ്ട്. പ്രതിസന്ധികൾ ഓരോ സംസ്ഥാനങ്ങളിലും ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സമൂഹം കടന്നുകൊണ്ട് പ്രാർത്ഥനകളിൽ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കാം. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി അതിന്റെ അക്ഷര ശുദ്ധിയോടുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദിക്ർ കൊണ്ട് ചെറുക്കാൻ കഴിയും നമുക്ക്. ദിക്ർ കൊണ്ട് ചെറുക്കണം. നമ്മൾ 10 പേര് കൂടിയാൽ അതൊരു മജ്‌ലിസായി. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകൾ ആ മജ്‌ലിസിൽ പങ്കെടുക്കുക വഴി ആ മജ്‌ലിസിന്റെ പവർ കൂടാ. എന്നിട്ട് അള്ളാഹുവോട് ദുആ അള്ളാഹു തആല അത് തട്ടിക്കളയുകയില്ല. മഹാന്മാരായ നമ്മുടെ സാദാത്യങ്ങളൊക്കെ അങ്ങനെയാ കഴിഞ്ഞുകൂടിയത്. അവര് ദിക്റുകളെ ഒരുപാട് ഹയാത്താക്കിയവരാണ്, പൂർവികരായ ആളുകൾ. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ഖബർ സ്വർഗ്ഗമാക്കട്ടെ. വലിയ മഹാനല്ലേ ചാപ്പനങ്ങാടി ഉസ്താദ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വ പദവിയിലുണ്ടായിരുന്ന മഹാൻ. ഞാൻ ഈ അടുത്ത ദിവസം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആസ്ഥാന മന്ദിരമായ ചേളാരി സംസ്ഥാനത്തിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസ് ആ കാലഘട്ടത്തിൽ 970 മറ്റോ ഉള്ള ഒരു നോട്ടീസാണ്. അതിന്റെ ഒരു വാട്സാപ്പ് ചിത്രം കണ്ടപ്പോ അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്, വലിയ വലിയ പ്രമുഖരായ നേതാക്കള്, മഹാന്മാരായ ബാഫഖി തങ്ങളും PMS പൂക്കോയ തങ്ങളും ഷംസുൽ ഉലമയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ നോട്ടീസിന്റെ അടിയിൽ ഒരു വര കൊടുത്തിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളും സൂഫിയാക്കളുമായ മാടവനായ അബൂബക്കർ മുസ്ലിയാർ എന്ന ആലുവായ അബൂബക്കർ മുസ്ലിയാരും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും ഒക്കെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നു എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു നോട്ടീസിൽ ഇന്ന് അങ്ങനെ ഒരു പ്രത്യേകം കൊടുക്കുന്നത് NB ദുആഇന് ശേഷം അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം എപ്പോഴും ആള് കൂടും. മറ്റത് ചാപ്പനങ്ങാടി ഉണ്ടെന്ന് പറഞ്ഞ ആളവിടെ കൂടെ. അവരൊക്കെ ദിക്റിനെ ഹയാത്താക്കിയ ആളുകളാ. 7ഓളം ത്വരീഖത്തുകളുടെ അദ്കാറുകളുമായി നടന്ന ആളാ ചാപ്പനങ്ങാടി ഉസ്താദ്. അവരെ വളർത്തിയത് ഒരു ഉമ്മയുണ്ടേ. ഉമ്മാടെ ഗുണം. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഉമ്മ ബിയ്യും റളിയല്ലാഹു അൻഹാ ആരായിരുന്നു? അവർ ഉറങ്ങാൻ കിടന്നാൽ ആ നിശ്വാസത്തിന്റെ താളം പോലും യാ ഹയ്യൂ യാ ഖയ്യൂം യാ ഹയ്യൂ യാ ഖയ്യൂം യാ ഹയ്യൂ യാ ഖയ്യൂം ഈ ദിക്ർ ചൊല്ലുന്ന ശബ്ദം കേൾക്കുന്ന പോലെ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഉമ്മ ബിയ്യുമ്മ ഉറങ്ങുന്ന ശ്വസന നിശ്വാസത്തിന് പോലും ആ താളമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാരാണെന്നറിയുമോ? മലയാളത്തിൽ വളരെ മനോഹരമായ ഭാഷയിൽ അച്ചടിച്ചു വന്ന ചന്ദ്രിക പത്രത്തിന്റെ എഡിറ്റോറിയലാ. സുന്നികൾ മാത്രമല്ലല്ലോ ചന്ദ്രിക വായിക്കുക. ഒരു പെണ്ണിന്റെ ധീരമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പച്ചന പറഞ്ഞു മലയാളത്തിൽ ഒരു പത്രം. അത്രത്തോളം ദിക്റുകളെ അവർ ഹയാത്താക്കി. റാത്തീബിനൊക്കെ പോവും. റാത്തീബ് എന്ന് പറഞ്ഞാൽ പതിവായി ചൊല്ലിയ ദിക്ർ എന്ന് അതിനർത്ഥം. റാത്തിബ് പതിവായി ചൊല്ലിയ ദിക്ർ. ആര് പതിവായി ചൊല്ലി? ശൈഖ് മുഹയ്യിദ്ദീൻ. ഹാ ഹൂ ഹീ ഹയ്യുൻ അങ്ങനല്ലേ? ഒക്കെ കേൾക്കുമ്പോൾ ചിരി വരും. എന്താണ് പറഞ്ഞത്? ആ പറഞ്ഞത് അംഫാസിയായ ദിക്റാണ്.
ശ്വസനത്തിന്റെയും നിശ്വാസത്തിന്റെയും കൂടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ പറയുന്നു, ബുദ്ധി വേണോ ദിക്ർ ചൊല്ലിച്ചോ, കുട്ടികൾക്ക് ബുദ്ധി വേണോ ദിക്ർ ചൊല്ലിച്ചോ എന്ന് ഖുർആൻ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആരാണ് ബുദ്ധിമാന്മാർ? ആരാണ് ബുദ്ധിമാന്മാർ? പ്രപഞ്ചത്തെ പടച്ച രഹസ്യത്തെ കുറിച്ച് ആലോചിക്കുന്നവരാ ബുദ്ധിമാന്മാർ. അങ്ങനെയുണ്ട്. ഓരോ നിലയിലേക്കും ചിന്തിച്ചാൽ അള്ളാനെ കണ്ടെത്താൻ കഴിയും. മുസ്ലിമേ, അള്ളാനെ കണ്ടെത്താൻ കഴിയും. ഞാൻ ഇന്നലെയും രാത്രി യാത്ര തിരിക്കുമ്പോൾ ചേരമാൻ ജുമാ മസ്ജിദിന്റെ മുന്നിൽ ഒരു ചെറിയ ബ്ലോക്ക് വന്നപ്പോ എന്റെ കൂടെയുള്ള മോനോട് ഞാൻ പറയാ, മോനെ, ആ മനോഹരമായ മസ്ജിദിന്റെ ഭിത്തി കണ്ടോ? ഗ്രാനൈറ്റ് കൊണ്ട് മനോഹരമായ കൊത്തുപണികൾ നടത്തിയ ഭിത്തി കണ്ടോ? അതിങ്ങനെ ഞങ്ങൾ കണ്ട് ആസ്വദിച്ചു വരുമ്പോൾ മുഖത്തതാ ഒരു അപൂർവമായ മാംസത്തുണ്ടിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വിരൂപമായ, നമ്മുടെ കാഴ്ചയിൽ വിരൂപമെന്ന് തോന്നുന്ന മുഖം, ഒരു ഭാഗം മുഴുവനും ഒരു പ്രത്യേകമായ ഇറച്ചി കഷണം തൂങ്ങിക്കിടക്കുന്ന മുഖമുള്ള ഒരു സഹോദരനെ കാണാ. ഞാൻ അപ്പോൾ തന്നെ എന്റെ നഫ്സിന് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് പറഞ്ഞു പോയി, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെയുണ്ട് സഹോദരാ. ജീവിതത്തിൽ പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിയണമെങ്കിൽ ഒന്ന് RCCയിലേക്ക് പോവണേ. സന്ദർശകർ വരണ്ട എന്ന് പറഞ്ഞ ഒരു 35 വയസ്സുകാരൻ എന്റെ മഹലിലുണ്ട്. സന്ദർശകരാരും വരേണ്ടതില്ല, കാരണം അത്ര കണ്ട് ഇൻഫെക്ഷന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ തിരിച്ചയച്ച രോഗമുള്ള ഒരു പൊന്നുമോനുണ്ട്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇന്നലെയും ഒരു സഹോദരന് വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ 40 ലക്ഷം രൂപയുടെ ഒരു ഓപ്പറേഷൻ നടന്നു. പ്രിയപ്പെട്ട സയ്യിദ് അലവി ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. 40 കൊല്ലത്തോളം മദ്രസ അധ്യാപനം നടത്തിയ പ്രിയപ്പെട്ട ഗുരുനാഥന് വേണ്ടി ശിഷ്യന്മാർ ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ഓരോ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ഓരോ മനുഷ്യരുടെ കടബാധ്യതയെ കുറിച്ച് കേൾക്കുമ്പോൾ, അള്ളാനെ ഓർക്കാൻ ഓരോരുത്തരും പറയുന്ന സങ്കടങ്ങൾക്ക് കാത് വെച്ചു കൊടുക്കുമ്പോ പറഞ്ഞു പോകുമല്ലോ, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറയണോലോ. അനുഗ്രഹങ്ങൾ ഓർക്കാൻ നേരം നമുക്ക് പറയാൻ കഴിയണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ജീവിതത്തിൽ വർദ്ധിപ്പിച്ചോളോ. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബി ചോദിച്ചല്ലോ, സ്വർഗത്തിന്റെ അകത്തളത്തിലേക്ക് ആദ്യം കടന്നു വരുന്നവന്റെ യോഗ്യത എന്താ നബിയേ? പുന്നാര പൂമാൻ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് പറഞ്ഞവനാ സ്വർഗത്തിലേക്ക് ആദ്യം പോവാ സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നും അപരിചിതമായ ദിക്റുകളല്ല, ഇതൊക്കെ നമ്മൾ സാധാരണ കേട്ടതാ. സ്വർഗത്തിലേക്ക് ആദ്യം എത്തുന്നത് കൂടുതൽ അൽഹംദുലില്ലാഹ് പറഞ്ഞ മനുഷ്യനാ. 14,000 കൊല്ലം അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റിലും നടന്നവനായി ഇബ്ലീസ്. 14,000 കൊല്ലം ഭൂമിയിൽ വന്നുകൊണ്ട് കഅബക്ക് തവാഫ് ചെയ്തവനായി ഇബ്ലീസ്. 80,000 കൊല്ലം മലക്കുകളുടെ കൂടെ ഉണ്ടായവനായി ഇബ്ലീസ്. 20,000 കൊല്ലം മലക്കുകൾക്ക് ദർസ് നടത്തിയവനായി ഇബ്ലീസ്. 40,000 കൊല്ലത്തോളം അല്ലാഹുവിന്റെ സ്വർഗലോകത്തിന്റെ കാവൽക്കാരനായിരുന്നു ഇബ്ലീസ്. പോരാ, 80,000 കൊല്ലം അല്ലാഹുവിനെ വുളൂ മുറിയാതെ ഇബാദത്ത് ചെയ്തു എന്ന് പറയുന്ന വിധം വിശുദ്ധമായ ആരാധന സമർപ്പിച്ചവനായി ഇബ്ലീസ്. പക്ഷേ ഇബ്ലീസിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ പറയാത്ത ഒരു ദിക്റുണ്ട്. അത് കൂടുതൽ പറഞ്ഞാൽ സ്വർഗത്തിൽ വേഗമെത്താമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇബ്ലീസ് പണ്ട് ഇബാദത്തിൽ ഒരു കാലത്തും അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടില്ലൊരു മറത്തും.
വഹബെന്നവർ പറയുന്നു പറഞ്ഞിരുന്നെങ്കിലേ വീഴുന്നതല്ലൊരു കാലവും ഈ കുഴിയിലേ. ഒരു വട്ടം അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഇബ്ലീസ് ആവൂല. ഒറ്റ പ്രാവശ്യം പോലും അവൻ പറഞ്ഞില്ല. എന്നാൽ കേട്ടോളൂ, ഇബ്ലീസ് പഠിക്കണം. ഇബ്ലീസേ നീ പഠിച്ചോ, എന്റെ ആദമിനെ കണ്ട് പഠിച്ചോ. ആദം നബിയെ അല്ലാഹു പടച്ചപ്പോ ആദം നബി ആദ്യം ഉച്ചരിച്ച ഉച്ചാരണത്തിന്റെ ശബ്ദവീതികൾ അലങ്കാരമിട്ട മനോഹരമായ ദിക്റാണ് അൽഹംദുലില്ലാഹ്. ഒന്ന് പറഞ്ഞേ ഇബ്ലീസ് സദസ്സിൽ നിന്നും പോകട്ടെ. ഒന്ന് പറയൂ അൽഹംദുലില്ലാഹ്. ഒരു അൽഹംദുലില്ലാഹ് പറയുമ്പോ കണ്ണടച്ച് പിടിക്കാ. അല്ലാഹുവേ, എന്റെ പൊന്നുമക്കളെ എനിക്ക് കാണുമ്പോ സന്തോഷമാ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുമ്പോൾ, ഭർത്താവിനെ കാണുമ്പോൾ കടബാധ്യതകളൊക്കെ തീർന്നല്ലോ അല്ലാ. മനോഹരമായ ഞങ്ങളുടെ വീട്, സന്തോഷകരമായ കുടുംബത്തിന്റെ അകത്തളത്തിലെ സന്തോഷകരമായ അവസ്ഥകള്. അല്ലാഹുവേ, വൈകല്യങ്ങളില്ലല്ലോ, രോഗങ്ങളില്ലല്ലോ. മറ്റുള്ളവന്റെ പ്രയാസം കേട്ട് ഞാൻ വന്നപ്പോ അതൊന്നും നീ എനിക്ക് തന്നില്ലല്ലോ. എത്ര പണമുണ്ടായിട്ടും ഹജ്ജിന് പോവാൻ അവർക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കും എന്റെ ഭാര്യക്കും അത് കഴിഞ്ഞല്ലോ. ഓർമ്മ വരുമ്പോ പറഞ്ഞോളൂ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് 4 ദിക്റുകളാ. അർബഉൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അഫ്ദലുൽ കലാമി ബഅദൽ ഖുർആനി അർബഉ. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂലിയുള്ള വർത്തമാനം 4 ദിക്റുകളാണ്. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 അല്ലാഹു അക്ബർ, 4 ലാ ഇലാഹ ഇല്ലല്ലാഹു. ശരി, ലാ ഇലാഹ. ചെറിയ കാര്യമല്ല, ഏറ്റവും കൂടുതൽ നാവിൽ വരേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ടെന്നറിയുമോ? ഒരു സംഭവം പറയാം. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിന്റെ 27-ാമത്തെ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ആ ആയത്ത് ഇറങ്ങുന്ന പശ്ചാത്തലത്തെ കുറിച്ച് മഹാനായ ഇസ്മാഈൽ അൽ ഹഖ് ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം എന്ന കുട്ടിയുണ്ടല്ലോ, മരണപ്പെട്ട് മറവ് ചെയ്യുന്ന രംഗമാണ്. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് പൊന്നുമോന്റെ ഖബറിലേക്ക് ആ മയ്യത്ത് ഇറക്കി വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അങ്ങ് ചൊല്ലിക്കൊടുക്കാ. ഖബറങ്ങ് മൂടിയപ്പോൾ, പൊന്നുമോനെ, നിന്നോട് അള്ളാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് ഖബറിൽ ചോദ്യം ചെയ്യുമ്പോ ഒന്നാമത് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? രണ്ടാമത് നിന്നോട് ചോദിക്കും, വമൻ നബിയുക, ആരാണ് നിന്റെ നബിയ്? മൂന്നാമത് ചോദിക്കും, ഏതാണ് നിന്റെ ദീന്? 3 ചോദ്യങ്ങൾ കഴിയുമ്പോൾ നീ മറുപടി പറയണേ. ഹബീബായ നബി തങ്ങൾ ഖബറിന്റെ ഓരത്ത് വെച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കാണ്, അല്ലാഹു റബ്ബി വ റസൂലുള്ളാഹി അബീ. അല്ലാഹയാണ് എന്റെ റബ്ബ്, റസൂലുള്ള എന്റെ പിതാവാണ്. എന്റെ പിതാവ് അല്ലാഹുവിന്റെ റസൂലാ, ഇസ്ലാം എന്റെ ദീനാ. ഇത് പൊന്നുമോന് ചൊല്ലിക്കൊടുക്കാ ഖബറിന്റെ സമീപത്ത് വെച്ച്. എന്റെ പ്രിയമുള്ളവരെ, ഖബറാളിക്ക് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നത് പരിഷ്കരിക്കുന്ന ആളുകളുണ്ട്, അത് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. സൂറത്ത് ഇബ്രാഹീമിന്റെ 27-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം റൂഹുൽ ബയാൻ എടുത്തു നോക്കിയാൽ ഇത് കാണാം. മഹാനായ ഹബീബായ നബി തങ്ങൾ ഇതങ്ങ് ചൊല്ലിക്കൊടുക്കുമ്പോഴേക്കും പൊന്നുമോന്റെ മയ്യത്ത് ഖബറിൽ വെച്ചതിന്റെ ഗദ്ഗതം തളം കെട്ടി നിൽക്കുന്ന തൊണ്ടയിടറിയിട്ടങ്ങ് വാവിട്ട് കരഞ്ഞു പോയി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വഹാബികൾ ചുറ്റിലും കൂടി നിന്നവർ അങ്ങ് കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞതല്ലേ? ഒന്ന് കരഞ്ഞാൽ ഞങ്ങളും കരയും, ഒന്ന് ചിരിച്ചാൽ ഞങ്ങളും ചിരിക്കും. അവരങ്ങ് ചിരിക്കലും കരയലും സുന്നത്തിന്റെ കൂലി കിട്ടുന്നോടത്ത് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം അതുപോലെ വിഷാദമുറ്റി നിന്ന് ഞങ്ങൾ മറ്റൊരിക്കലും കണ്ടിട്ടില്ല. ഒരു ആൺകുഞ്ഞിനെ വളർത്താൻ ഭാഗ്യം കിട്ടാതെ പോയതിന്റെ നിരാശയല്ല, എന്നാലും ഒരു കുഞ്ഞുമോന്റെ മരണമാ ചെറിയ ശരീരം ഖബറിലേക്ക് എടുത്തു വെക്കും
കൊടുക്കുന്ന, മയ്യത്ത് പരിപാലിക്കുന്ന ഒരു പിതാവിന്റെ മനസ്സിൽ എത്ര കണ്ട് സ്നേഹവും എത്ര കണ്ട് വാത്സല്യവും അത് ദുഃഖമായി ഘനീഭവിച്ചിറങ്ങുന്ന ഒരു സന്ദർഭം. സഹാബികൾ കരഞ്ഞുപോയി, എല്ലാവരും കരഞ്ഞു. ഒരു മിതമായ ശൈലിയിലുള്ള സമയമങ്ങ് കഴിഞ്ഞപ്പോ ഒരു സഹാബി കരച്ചിൽ നിർത്തുന്നില്ല. ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് തിരിഞ്ഞു നോക്കി ആരാണ് നിർത്താതെ കരയുന്നതെന്നറിയാൻ. അപ്പോഴുണ്ട് ഫഇദം ബി ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് കരയുന്നത്. സ്വഹാബികൾ ഉമറിനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കരയുന്നത് ഉമറായതിന്റെ പേരിൽ പേടിയുണ്ട്. ആരാണ് ഉമർ? മാ ഫിസ് സമാഇ മലക്കുൻ ഇല്ലാ വഹുവ യുവഖിറു ഉമർ. അല്ലാഹുവിന്റെ വാനലോകത്തിൽ ഈ ഉമറിനെ ബഹുമാനിക്കാത്ത ഒരൊറ്റ മലക്ക് പോലും ഇല്ലേ ഇല്ല. ഉമറിനെ സമാധാനിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്തിനാണ് ഉമറേ പരിധിയിലധികം നീ കരയുന്നത്? നബിയേ, അങ്ങ് പൊന്നുമോന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു. ഖബറിന്റെ അകത്തേക്ക് ചൊല്ലുന്ന ഒരു മയ്യത്തിന് നാവ് വഴങ്ങാൻ വേണ്ടി സരളമായി നാവിൻ തുമ്പിലേക്ക് മലക്കിന്റെ ചോദ്യത്തിന്റെ മറുപടി കടന്നു വരാൻ വേണ്ടി അങ്ങയെ പോലെയുള്ള ഒരു സൃഷ്ടി ശ്രേഷ്ഠന് ചൊല്ലിക്കൊടുക്കുന്ന ഭാഗ്യം ഉമറിന് ഇല്ലല്ലോ നബിയേ. അങ്ങ് ചൊല്ലിക്കൊടുത്തതോ പ്രായപൂർത്തിയാവാത്ത ഒരു പൊന്നുമോന്. ആ പൊന്നുമോന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തേണ്ടതുമില്ലല്ലോ നബിയേ. ഉമർ മരിച്ചാൽ പാപിയായ ഉമർ, പ്രായപൂർത്തി കഴിഞ്ഞ ഉമർ, അങ്ങയെപ്പോലെ ഒരാൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത ഉമറിന് ഖബറിന്റെ ഇരുട്ടിന്റെ ഗഹനങ്ങളിലേക്ക് എത്തുമ്പോൾ ചിരിക്കാത്ത മുഖത്തോടുകൂടെ മലക്ക് വന്നിട്ട് ഉമറിനോട് ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിച്ചാൽ ഉമറിനെ ചൊല്ലാൻ പറയാൻ എന്ത് കരുത്താ ഉള്ളത് നബിയെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് മറുപടി പറയാനില്ല. ഈ ഉമറിനെ സമാധാനിപ്പിച്ച കരച്ചിൽ നിർത്താൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാഗ്വിലാസത്തിന് കഴിയാതെ പോകുമ്പോഴാണ് ആകാശത്തിന്റെ വർണ്ണശബളമായ സീമകളിലൂടെ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതി കൊടുക്കുന്നത്, നബിയേ, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽഖൗലി സാബിത്. ഉറപ്പുള്ള വർത്താനം കൂടുതൽ പറഞ്ഞ നാവിന്റെ ഉടമ ഖബറിൽ പതറേണ്ടതില്ല. ഉറപ്പുള്ള വർത്തമാനം കൂടുതൽ പറഞ്ഞ അടിമ ഖബറിൽ പതറേണ്ടതില്ല. ഉറപ്പുള്ള വർത്തമാനം ഏതെന്നറിയുമോ? ഉറക്കെ പറഞ്ഞോളൂ, ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയതും പറഞ്ഞതാ മരിക്കാൻ നേരം പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ നിരന്തരം വേണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരം ചൊല്ലുന്നവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് പറഞ്ഞ പോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെയും സ്വലാത്തിന്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നുണ്ട്, പരോക്ഷമായി ബന്ധപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാ? അല്ലാഹനെ കുറിച്ച് പറഞ്ഞോടത്ത് മുഴുവനും മുഹമ്മദ് മുസ്തഫ. नमाज़ों में अज़म में कलिम में और अर्श पर हर जा खुदा ने नाम तेरा नाम से अपना मिलाया है. നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ ഹബീബുണ്ട്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയല്ല നിസ്കാരം. വാങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിളംബരമല്ലേ. അവിടെയും മുഹമ്മദ് നബി ഉണ്ടല്ലോ. എവിടെയും അല്ലാഹുവിനെ പറയുന്നോടത്ത് അങ്ങ് ഒഴിവല്ലല്ലോ. ഒരു സ്ഥലത്ത് മാത്രം ഒഴിവാണ്. ഒറ്റ സ്ഥലത്ത് അല്ലാഹുവിനെ പറയുന്നോടത്ത് റസൂലുള്ളാഹിനെ പറയണ്ട. അങ്ങനെയുണ്ട്. അതെപ്പോഴാണെന്നറിയോ? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. മുഹമ്മദ് റസൂലുള്ളാഹ് പറയണ്ട. എന്താണെന്നറിയോ? മുഹമ്മദ് റസൂലുള്ളാഹ് മുന്നിലുണ്ട്. അത് കണ്ടു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ മുന്നിൽ വന്നിട്ട് ചിരിക്കും. ആ വേദനയില് നമ്മൾ ആ ചിരി കാണുമ്പോ വേദന മറക്കും.
ഒരു മഹാനായ സൂഫിക്കൊരിക്കൽ സംശയം തോന്നി, ചിരിച്ചു മരിക്കണ നേരത്തെ മരണവേദന ഇല്ലാന്നോ? അങ്ങനെ ഉണ്ടോ? മരണവേദന ഇല്ലാത്തൊരവസ്ഥ മനുഷ്യനുണ്ടോ? മരണവേദന ഉണ്ട്. ഒരു ശരീരത്തിൽ ഒരിക്കൽ മാത്രം വിയർക്കുന്ന വിയർപ്പ് അന്നാ വരാ. ഒരു ശരീരത്തിന്റെ സർവ്വഗ്രന്ഥികളും സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം അന്നാ വരാ. ഒരിക്കൽ മാത്രം ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന കെമിക്കൽ സാന്നിധ്യം കൂടുതലുള്ള മൂത്രം അന്ന് മാത്രാ വരാ. അങ്ങനത്തെ ഒരു ദിവസത്തിൽ ഒരു മനുഷ്യന്റെ ശരീരം അനുഭവിച്ച പരമാവധി വേദന, ആ വേദന അനുഭവിക്കാൻ മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മനുഷ്യന് മരണവേദന ഇല്ല എന്ന് പറയപ്പെടുന്നതിൽ എന്ത് യാഥാർത്ഥ്യം? അത് ഹദീസിന്റെ പശ്ചാത്തലത്തിൽ എന്ന് മഹാന്മാർ കുറിച്ചു വെച്ചപ്പോ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയാ, ഒരു സൂഫിയായ മഹാൻ അതിനെക്കുറിച്ചൊരു സംശയം തോന്നി. ഈ സംഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുനിയയുടെ 1-ാം ഭാഗത്തിൽ മുഹയ്യിദ്ദീൻ ശൈഖ് ഈ സംഭവം വിവരിച്ചുകൊണ്ട് ആ ചരിത്രത്തെ സവിസ്തരം നമ്മുടെ മുന്നിൽ പറഞ്ഞു തരാ. സൂഫിയായ മഹാന് തോന്നി സംശയം, മരിക്കാൻ നേരം കെലിമ ചൊല്ലിയിട്ട് ചിരിച്ചു മരിക്കുന്നവർക്ക് വേദന ഇല്ലാന്നോ? അതെങ്ങനെയാ ശരിയാവാ? എനിക്ക് സംശയം തീർത്തേ പറ്റൂ. ഇത് പഠിപ്പിച്ചതാരാ? ഇത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബല്ലേ. ചോദിക്കാൻ തീരുമാനിക്കാ. മഹാനവറുകൾ കിടക്കുകയാ, ഉറങ്ങാൻ കിടക്ക. ഈ സ്വപ്നത്തിൽ എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് കഴിയും. എന്റെ ഹബീബിനോട് ഞാൻ ചോദിക്കാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ ആ മഹാനായ മനുഷ്യൻ കിടക്കുകയാ. ആ സൂഫിയായ മഹാന്റെ അന്നത്തെ സ്വപ്നത്തിലേക്ക് റസൂലുള്ളാഹ് കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് ആ മഹാനായ സൂഫിയോട് ചോദിക്കാം, മോനെ നിനക്ക് എന്താ സംശയം? നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ചിരിച്ചു മരിക്കുന്ന മനുഷ്യന് മരണവേദന ഇല്ലെന്നോ? ഇല്ല മോനെ, അങ്ങനെ മരണവേദന ഉണ്ടാവൂല. അതിനെന്താ നബിയെ തെളിവ്? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നബിയെ അങ്ങനെ വേദനയില്ലെന്ന് പറയാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ, പഠിക്കാൻ വേണ്ടിയാ നബിയെ, പഠിക്കാൻ വേണ്ടിയാ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ നീ എഴുന്നേറ്റ് പോയി പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് സൂറത്ത് യൂസുഫ് ഒന്ന് ഓതി നോക്കണേ. ഞാൻ പറഞ്ഞതിന്റെ കാരണം നിനക്ക് അവിടെ കാണാൻ കഴിയുമേ. മഹാനായ സൂഫി എഴുന്നേറ്റുകൊണ്ട് ഒളു എടുത്തുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ സൂറത്ത് യൂസുഫ് എടുത്ത് വെച്ചുകൊണ്ട് ഓതാൻ തുടങ്ങി. അപ്പോഴതാ സൂറത്ത് യൂസുഫിന്റെ അനർഘനിർഗളമായ വരികൾ ഇങ്ങനെ ഓതി ഓതി വരുമ്പോൾ സുലൈഖയുടെ കൊട്ടാരത്തിൽ ആപ്പിള് മുറിച്ച പെണ്ണുങ്ങളുടെ കുസൃതി കാണുകയാ. ആപ്പിള് മുറിച്ചപ്പോൾ വിരലറ്റ് പോയ പെണ്ണുങ്ങൾ, വിരലറ്റതിന്റെ വേദന അറിയാതെ പോയത് മഹാനായ യൂസുഫ് നബിയെ ഒന്ന് കണ്ടതിന്റെ പേരിലാണ് എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ മരണത്തിന്റെ വേദനയില്ല. റസൂലുള്ളാഹിനെ കണ്ടു മരിക്കാൻ ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ് ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ ഷഫാഅത്ത് കിട്ടുമെന്ന് പ്രത്യേകം ഹദീസിൽ കാണാം. അത്രത്തോളം ഈ ദിക്ർ ജീവിതത്തിൽ ഇടം പിടിച്ചേ പറ്റൂ. ആർക്കിത് അറിയാത്തത്? എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായേ പറ്റൂ. ദിക്റുകൾ കൊണ്ട് കൽബങ്ങ് കഴുകാൻ കഴിഞ്ഞാൽ, മനസ്സങ്ങ് നന്നാക്കാൻ കഴിഞ്ഞാൽ, കേട്ടോളൂ, മഹാനായ സ്വഹാബി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ദിക്ർ കൊണ്ട് ഖൽബ് കഴുകിയ മഹാനല്ലേ. ഇമാം ഗസാലിയുടെ മുകാശഫയിൽ കാണാം, മാലിക് ബിൻ ദീനാർ തങ്ങൾ മരിക്കാൻ കിടക്കുന്നു. ആരാ മാലിക് ബിൻ ദീനാർ? കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നു. പ്രായം ചെന്ന സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയ. അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന സ്വഹാബിയാണ്. സൂഫിയാക്കൾ പലപ്പോഴും ജീവിതം ഉദാഹരിക്കാൻ വേണ്ടി കണ്ടെത്തിയ വ്യക്തിപ്രഭാവത്തിന്റെ സമുന്നതനായ ഉടമയാണ് മഹാനായ മാലിക് ബിൻ ദീനാർ എന്ന സ്വഹാബി. മരിക്കാൻ കിടക്കുമ്പോൾ, മരണത്തോട് അടുത്തടുത്ത് വരുമ്പോൾ ചിലർക്ക് ചില ആഗ്രഹങ്ങളുണ്ടല്ലോ. മരണത്തോട് അടുത്തടുത്ത് വരുമ്പോൾ ചിലർക്കൊരാഗ്രഹങ്ങളുണ്ടല്ലോ. നാളെ എന്റെ പ്രിയപ്പെട്ട മാമ മരിച്ചതിന്റെ 40ാമത്തെ ദിവസമാണ്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മാമ 60 വയസ്സിലേക്ക് എത്തുന്നതിന് മുന്നേ ക്യാൻസർ വന്ന് മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആഗ്രഹം എന്തെന്നറിയുമോ? പള്ളിയിലെ ഖതീബ് പറയാണ്, അദ്ദേഹത്തിന്റെ കണ്ണട തുടച്ചു വെച്ചിട്ട് ആ തളർന്ന ശരീരം പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതണമെന്നതായിരുന്നു ആഗ്രഹം. ഖുർആനൊന്ന് ഓതണമെന്നതായിരുന്ന ആഗ്രഹം. പലർക്കും മരണത്തോടടുക്കുമ്പോൾ ആഗ്രഹമുണ്ട്,
മാലിക് ഇബ്നു ദീനാർ എന്ന സ്വഹാബി ആഗ്രഹിച്ചു പോയതെന്തെന്നറിയുമോ? മഹാനവറുകൾ ആഗ്രഹിച്ചു പോയത് ഒരു പാത്രം നിറയെ തേനും പാലും കുറുക്കിയ ഒരു പ്രത്യേകമായ മിശ്രിതത്തില് ചൂടുള്ള പത്തിരി നനച്ചു കൊണ്ടുവന്നാൽ ആ ചൂടുള്ള പത്തിരി പാലും തേനും കുറുക്കിയ ആ മിശ്രിതത്തിൽ മുക്കി ഒന്ന് വായിൽ വെക്കണം. അതാഗ്രഹിച്ചു. തെറ്റില്ല, ഹലാലായ ആഗ്രഹം തന്നെയാണ്. നല്ല പത്തിരി, ചൂടുള്ള പത്തിരി, പാലും തേനും കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകമായ മിശ്രിതം. ഇനി പോയി യൂട്യൂബിൽ നോക്കണ്ട കേട്ടോ എന്തൊട്ട് സാധനമാണെന്നുള്ളത്. ഇപ്പൊ എല്ലാ കേക്ക് ഉണ്ടാക്കൽ എല്ലാം മണ്ണാങ്കട്ടെ യൂട്യൂബിലുണ്ട്, അത് പോയി നോക്കല. പാലും തേനും കൂടി കുറുക്കി ഉണ്ടാക്കിയ ആ മിശ്രിതത്തിൽ ചൂടുള്ള പത്തിരി മുക്കി ഒന്ന് വായിൽ വെക്കണം. അതല്ലാതെ മറ്റൊരാഗ്രഹമല്ല. അപ്പൊ ഖാദിമിനോട് പറഞ്ഞു, മോനന്ന് നീ പോയി കൊണ്ടുവാ, ഞാനൊന്ന് കഴിക്കട്ടെ, കുറെ നാളായി അതൊന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഖാദിമ് ധൃതിയിൽ അത് സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. വഹമല ഇലൈഹി, ദിക്ർ മനസ്സിനെ കറ കളഞ്ഞ് കഴുകിയെടുത്ത ഒരു മനുഷ്യന്റെ ആഗ്രഹത്തെ ത്യജിക്കാൻ പോവാട്ടോ. ഈ പാത്രത്തിൽ ഈ പറയപ്പെട്ട സാധനമൊക്കെ കൊണ്ടുവന്നു. മാലിക് ഇബ്നു ദീനാർ, മഹാനായ മാലിക് ഇബ്നു ദീനാർ ആ ആഗ്രഹത്തിലേക്ക് ഇങ്ങനെ നോക്കാം. ആ ആഗ്രഹത്തിലേക്ക് നോക്കാ. ചില ആഗ്രഹങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വഹാബികളിൽ പലരുടെയും കണ്ണിന്റെ കാഴ്ച പോയപ്പോഴും വായിൽ വർഷങ്ങളോളം 30 വർഷത്തോളം കൊണ്ടു നടന്ന പല്ലുവേദന ഉണ്ടായപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം തീ അണയ്ക്കാൻ വന്ന മഹാനായ ജിബ്രീലിനെ പോലും തിരിച്ചയച്ചുകൊണ്ട് അള്ളാന്റെ പൊരുത്തം ഞാൻ തീയിൽ പോവലാണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ പോലെ മാലിക് ഇബ്നു ദീനാർ തന്റെ ആഗ്രഹമായ ആ ആഹാരത്തിലേക്ക് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് തന്റെ കണ്ണുകൾ നിറയാ. എന്നിട്ട് മഹാനവറുകൾ സ്വന്തം ശരീരത്തെ ശകാരിച്ചുകൊണ്ട് പറയുകയാണ്, ഓ മാലിക് ഇബ്നു ദീനാർ എന്ന മനുഷ്യന്റെ പച്ച ശരീരമേ, ഇക്കഴിഞ്ഞ 30 കൊല്ലം ഈ ഒരു ആഹാരം കഴിക്കാനുള്ള മോഹം നിന്റെ മനസ്സിൽ വെച്ചിട്ട് അത് നാളെ ആഖിറത്തിൽ കഴിക്കാമെന്ന് നീ കരുതിയിരുന്നല്ലോ. ഇവിടുന്ന് ആ സുഖം പോലും വേണ്ടാന്ന് വെച്ചിരുന്ന നിന്റെ ആ സുഖത്തിന്റെ മനോഭാവം അത് നീ എന്തിനാ കളയുന്നത്? 30 കൊല്ലം വേണ്ടാന്ന് വെച്ചത് എന്തിനാ ഈ അവസാന സമയം നിനക്ക്? ഞാനൊക്കെ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പഠിക്കുമ്പോ മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ് അല്ലാഹു ഖബർ സ്വർഗമാക്കട്ടെ, നാട്ടിലെ പ്രമാണികളൊക്കെ ജാമിഅ നൂരിയയിലേക്കൊക്കെ ഇലക്ഷൻ കഴിയുമ്പോ ഒരു ബിരിയാണി കൊടുക്കലുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ബിരിയാണി കിട്ടും എന്ന ഒരു സന്ദർഭം വരുമ്പോ പെരുന്നാളിന് തുല്യമായ സന്തോഷം. 750 പിള്ളേർക്ക് ഉച്ച നേരത്തെ ഒരു ബിരിയാണി. അങ്ങനെയുണ്ട്. ഈ ബിരിയാണി കഴിക്കുമ്പോഴൊക്കെ ഈ 2 കൊല്ലായിട്ടും കാളമ്പാടി ഉസ്താദിന്റെ റൂമിലേക്ക് പോയത് ആ ഗോതമ്പ് കഞ്ഞി മാത്ര. ഹൃദയത്തെ ദിക്ർ കൊണ്ട് കഴുകിയാൽ പിന്നെ ഇതൊന്നും ഉള്ളിലേക്ക് കേറൂല. അവര് ദുനിയാവിനെ ഒഴിവാക്കുന്നു. ദുനിയാവിനെ സൂഫിയാക്കൾ ഒഴിവാക്കിയത് ദിക്ർ കൊണ്ട് ഹൃദയം കഴുകിയപ്പോഴാ മഹാനവറുകള് ആ ഭക്ഷണം അങ്ങ് മാറ്റിവെച്ചു. എന്നിട്ട് ഉറക്കെ കലിമ ചൊല്ലിയുന്ന മഹാനവറുകൾ മഹാനവറുകൾ ഉറക്കെ കലിമ ചൊല്ലിയത് മാറ്റിവെച്ചിട്ട് മരിച്ചുപോയെന്ന. അങ്ങനെ ആഗ്രഹങ്ങളെ തടയിടാൻ കഴിയണം. ആഗ്രഹങ്ങളെ തടയിടാൻ കഴിയുന്നില്ലടോ. ആഗ്രഹങ്ങളെ തടയിടാൻ കഴിയുമായിരുന്നുവെങ്കിൽ നിന്റെ തുച്ഛമായ വരുമാനത്തിനപ്പുറത്തേക്കുള്ള ലോൺ പാസ്സാക്കാൻ വേണ്ടി നീ ബാങ്കിന്റെ തിണ്ണ നിറങ്ങുമായിരുന്നില്ല. ആഗ്രഹങ്ങളെ തടയിടാൻ മനുഷ്യന് കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മെ കൊണ്ട് കഴിയാത്തത് നമ്മൾ കടം വാങ്ങി ഖനാഅത്ത് എന്ന് പറയുന്ന ഒരു സ്വഭാവം. ഞാൻ അത്ഭുതപ്പെട്ടു പോവാ. പെരുമ്പാവൂർ പരിസരത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യ വിളിച്ചുകൊണ്ട് സങ്കടത്തോടു കൂടെ പറയാം, ഉസ്താദേ, ഒരു രക്ഷയുമില്ല, വാടകക്കാ താമസിക്കുന്നത്. ഇക്ക വാങ്ങിയിരിക്കുന്നത് ഫോർച്യൂണറാ, 90,000 രൂപ. ഒരു മാസം അതിന് അടവുണ്ട് ഉസ്താദേ. അതിനുള്ള വരുമാനോ ബിസിനസ്സോ ഒന്നുമില്ല. എന്തൊക്കെയോ ആയി വരുന്നതേ ഉള്ളൂ. ആദ്യം വേണ്ടത് ഒരു കിടപ്പാടമല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭാര്യ സങ്കടത്തോടുകൂടെ ഭർത്താവിന്റെ ഈ ആർഭാടം അല്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥ അഡ്ജസ്റ്റ് ചെയ്യാൻ മനുഷ്യന് കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കാം. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആഗ്രഹങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ദിക്റിന്റെ ഇടപെടൽ വേണം. ഞാൻ നിങ്ങൾക്കൊരു അമല് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുകയാ, ഒരു ദിവസം അല്ലാഹു ഖബൂലാക്കിയ 1000 സൽക്കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും? സ്വഹാബ,
അള്ളാഹു കബൂലാക്കി എന്ന് ഉറപ്പുള്ള 1000 സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാനും നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ? ഒരാഴ്ച കൊണ്ട് നമുക്ക് പറ്റുമോ? അല്ല, ഒരു മാസം കൊണ്ട് പറ്റുമോ? അള്ളാഹു കബൂലാക്കിയ 1000 പുണ്യമെന്ന് പറയാൻ പറഞ്ഞൊരു പേനയും പേപ്പറും തന്ന് നമ്മുടെ ആയുഷ്കാലത്ത് നാം സമ്പാദിച്ച സൽക്കർമ്മങ്ങളെ നമ്മൾ അവലോകനം ചെയ്താൽ നമുക്ക് കഴിയുമോ? 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 ഇല്ല മൂമിനെ, അള്ളാഹ് കബൂലാക്കിയ 1000 നന്മ ചെയ്യാൻ ഒറ്റ ദിവസം കൊണ്ട് കഴിയല പ്രയാസമാ. അള്ളാഹുവിന്റെ ഹബീബ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഫസഅലഹു സായിലും മിൻ ജുലസാഇഹി കൈഫ യക്സിബു അഹദുനാ കുല്ല യൗമിൻ അൽഫ ഹസന. നബിയേ, എങ്ങനെയാ ഒരാൾക്ക് ഒരു ദിവസം 1000 നന്മ ചെയ്യാൻ കഴിയാ? അള്ളാഹു കബൂലാക്കിയ 1000 നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് ഒരു ദിവസത്തിൽ അങ്ങനെ കഴിയും നബിയെ? കഴിയും മോനെ. അള്ളാഹു കബൂലാക്കിയ 1000 നന്മ ചെയ്യാൻ ഒറ്റ ദിവസം കൊണ്ട് കഴിയുന്ന ഒരു സൽക്കർമ്മമുണ്ട്. അതൊരു ദിക്റാണെന്ന് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. 1000 സൽക്കർമ്മം മാത്രമല്ല, 1000 പാപം അല്ലാഹു പുറത്തു തരും. 1000 പാപം അല്ലാഹു പുറത്തു തരും. 1000 സൽക്കർമ്മത്തിന്റെ കൂലി കിട്ടും. 1000 പദവി അല്ലാഹു കയറ്റി വെച്ചു തരും. അങ്ങനത്തെ ഒരു സൽക്കർമ്മമുണ്ട്. 2 മിനിറ്റ് വേണ്ട സൽക്കർമ്മം ചെയ്യാൻ. ഏതാണ് ആ സൽക്കർമ്മം എന്നറിയുമോ? പഠിച്ചു വെച്ചോ, ഈ സദസ് കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ഉപകാരമാണ്. 100 വട്ടം ഒരു ദിവസം സുബ്ഹാനല്ലാഹ് 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 ഈ ദിക്ർ 100 വട്ടം ചൊല്ലാൻ കഴിയുന്ന ആൾക്ക് 1000 നന്മകൾ അല്ലാഹ് കബൂലാക്കിയ 1000 നന്മകൾ ചെയ്ത കൂലി കിട്ടുമെന്ന്, 1000 പാപം പൊറുത്ത കൂലി കിട്ടുമെന്ന്, 1000 പദവി കയറുന്ന കൂലി കിട്ടുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രത്യേകിച്ച് റബ്ബേ 5001 രൂപ ഇപ്പൊ അവസാനം ഒരു സഹോദരി, 1000 രൂപ കിഡ്നി രോഗമുള്ള ഒരു സഹോദരി. അല്ലാഹുവേ, ഇരുവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. കിഡ്നി രോഗിയായ സഹോദരിക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്ക് വേണ്ടി നടക്കുന്ന വലിയ തുകയുടെ ഒരു ചികിത്സയുണ്ട്, നീ വിജയിപ്പിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. 5000 രൂപ പറഞ്ഞ സഹോദരിക്ക് നീ ഖൈർ നൽകുക അല്ലാഹ്, ആഫിയത്ത് നൽകുക അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാഹ്. 5000-ആയും 1000-ങ്ങളായും അതുപോലെ സ്വർണ്ണാഭരണമായും മുമ്പ് തന്നവരും തരുന്നവരും ഭക്ഷണത്തിലേക്കും മറ്റും തരുന്നവർ, പള്ളിയിലെ കറണ്ട് കാശ് വർഷങ്ങളായി അടക്കുന്ന സഹോദരനടക്കം എല്ലാവർക്കും റബ്ബേ ഈ മജ്ലിസുമായി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാം മരിച്ചുപോയവരുടെ ഹദറാത്തിൽ ഇതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, പ്രിയപ്പെട്ട അസീസ് ബദരി ഉസ്താദിന്റെ മകൻ ഗൾഫിൽ പോകുന്ന സമയമാണിത്. ഖൈറായ ജോലിയും ഖൈറായ വരുമാനവും നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈ പരിപാലന കമ്മിറ്റിയുടെ സഹോദരങ്ങൾ ദിവസങ്ങളായി ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ, ഈ സംരംഭത്തിലേക്ക് സഹായിക്കുന്നവർ, കസേര പിടിച്ചിട്ടവർ, ലൈറ്റ് ശബ്ദം എല്ലാം തന്ന സഹോദരന്റെ പ്രസ്ഥാനമടക്കമുള്ള എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിക്കുക അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാഹ്. കടബാധ്യതകൾ നീ തന്നതല്ലേ, നീ അത് വീട്ടിത്തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അവസാനം നന്നായി മരിക്കാൻ ഭാഗ്യം നൽകുക അല്ലാഹ്. ഈ വർഷം ഹജ്ജിനും ഉംറയ്ക്കും സിയാറത്തിനും ഭാഗ്യം കിട്ടിയവർക്ക് റബ്ബേ അത് നിർവഹിക്കാനുള്ളതായ സർവ്വ തൗഫീഖും എത്തിക്കണേ അല്ലാഹ്. ആഗ്രഹിക്കുന്നവർക്ക് വഴി എളുപ്പമാക്കുക അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.